പറഞ്ഞ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ കുത്തേറ്റ സംഭവം. ഇതിൽ 3 പേർ പിടിയിലായി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ബാന്ദ്രയിലെ വീട്ടിലെ മോഷണ ശ്രമത്തിനിടയിലാണ് ഇന്ന് വെളുപ്പിന് സെയ്ഫ് അലി ഖാന് കുത്തേറ്റത്. സെയ്ഫ് അലി ഖാൻ്റെ വസതിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ മുംബൈ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ്. ബാന്ദ്രയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആ വീടിന് മുന്നിലാണ് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ഉള്ളത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റ മുറിവുകളിൽ 2 എണ്ണം ആഴത്തിലുള്ളതാണ് എന്നുകൂടി വാർത്തകൾ വരുന്നു. തീർച്ചയായും SKN, ഇപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അദ്ദേഹം അപകടനിര തരണം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ എന്ന ബിൽഡിങ്ങിലാണ്. ഇവിടെയാണ് സെയ്ഫ് അലി ഖാൻ താമസിക്കുന്നത്. ഇതിൻ്റെ 12ാമത്തെ നിലയിലാണ് സെയ്ഫ് അലി ഖാൻ കുടുംബസമേതം താമസിച്ചിരുന്നത്. ഏതായാലും ഈ സംഭവ സമയത്ത് ഭാര്യ കരീന കപൂർ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം മക്കൾ 2 പേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ തെരച്ചിൽ പരിശോധനകൾ നടക്കുകയാണ്. ഉള്ളിൽ ഫോറൻസിക് എക്സ്പേർട്ടുകളുടെ ഒരു പരിശോധന നടക്കുന്നു. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച്, നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിപുലമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ കാണാം ഇപ്പോൾ ഇവിടേക്ക് ഇദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക്, സെയ്ഫ് അലി ഖാൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ പോലീസ് നായയെ കൂടി എത്തിച്ചിട്ടുണ്ട്. വിവിധ സംഘങ്ങളെ തിരിഞ്ഞാണ് ബാന്ദ്ര പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇതിനോടകം 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇവർക്ക് നേരിട്ട് ഇതിൽ പങ്കുണ്ട്, എന്താണ് ഇവരുടെ പങ്ക് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. നേരിട്ട് പങ്കെടുത്ത ആളുകളാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. ഏതായാലും 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് പ്രകാരം രാത്രി 2:30 ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു. വീട്ടുജോലിക്കാരുമായി അയാൾ തർക്കത്തിൽ ഏർപ്പെടുന്നു. വീട്ടുജോലിക്കാരി അവരെ തടയാൻ ശ്രമിക്കുന്നു. ഈ ബഹളം കേട്ട് സെയ്ഫ് അലി ഖാൻ അങ്ങോട്ട് എത്തുകയും പിന്നീട് സെയ്ഫ് അലി ഖാൻ നേരിട്ട് ഇയാളുമായി തർക്കിക്കുകയും അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും ഈ ആക്രമി കത്തി ഉപയോഗിച്ച് സെയ്ഫ് അലി ഖാനെ പലവട്ടം കുത്തി എന്നതാണ് പോലീസ് പറയുന്നത്. 6 മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം അല്പം ഗുരുതര സ്വഭാവം ഉണ്ടായിരുന്നതാണ്. ഒന്ന് നട്ടലിനോട് ചേർന്നും ഒന്ന് കഴുത്തിൻ്റെ ഭാഗത്തുമാണ്. ഈ 2ഇടത്തും ഇപ്പോൾ ശസ്ത്രക്രിയ രാത്രിയോടെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ന്യൂറോ സർജൻ്റെ നേതൃത്വത്തിലാണ് ഇതിന് ഇവിടുന്ന് അധികം അകലെയല്ല, ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറമുള്ള ലീലാവതി ആശുപത്രിയിൽ വെച്ച് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിരീക്ഷണത്തിലാണ് സെയ്ഫ് അലി ഖാൻ. അതേസമയം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ വിപുലമായ ഒരു പോലീസ് സംഘം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിക്കകത്തുണ്ട്. അവിടെ വിശദമായ തിരച്ചിലും അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള പരിശോധനകളും മറ്റും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാന്ദ്രയിലെ സദ്ഗുരു ശരൺ എന്ന സെയ്ഫ് അലി ഖാൻ താമസിക്കുന്ന ആ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ഇതിൻ്റെ 12ാം നിലയിലാണ് സെയ്ഫ് അലി ഖാൻ താമസിച്ചിരുന്നത്. ഏതായാലും കുടുംബാംഗങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും മറ്റും ആശുപത്രിയിലേക്ക് എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. മറുവശത്ത് പോലീസ് അന്വേഷണം വലിയ തോതിൽ, വലിയ ജാഗ്രതയോടെ കാര്യക്ഷമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സെയ്ഫ് അലി ഖാന് കുത്തേറ്റ ഈ വെളുപ്പേറി ഈ മോഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു? നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ആ കാര്യത്തിൽ? SKN, പുതുവത്സര ആഘോഷവുമായി ബന്ധപ്പെട്ട് സെയ്ഫ് അലി ഖാനും കുടുംബസമേതം അദ്ദേഹം സ്വിറ്റ്സർലൻഡിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് തിരിച്ച് മുംബൈയിലേക്ക് മടങ്ങിയെത്തിയത്. ഇന്നലെ നമ്മൾ കരീന കപൂറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ പരിശോധിക്കുമ്പോൾ അവർ ഈ കുടുംബസമയം, അതായത് അവരുടെ സഹോദരിമാരോടൊക്കെ ഒപ്പം ചില ആഘോഷത്തിലൊക്കെ ആയിരുന്നു, രാത്രി ഒരു പാർട്ടിയിലൊക്കെ ആയിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് വീട്ടിൽ സെയ്ഫ് അലി ഖാൻ ഉണ്ടായിരുന്നു, 2 മക്കൾ, കുഞ്ഞുമക്കൾ 2 പേരും ഉണ്ടായിരുന്നു എന്നതാണ്. മറ്റ് വീട്ടുജോലിക്കാരും അദ്ദേഹത്തിൻ്റെ സഹായികളുമാണ് ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് വിവരം അറിഞ്ഞ് കരീന കപൂർ അടക്കമുള്ളവർ ഇങ്ങോട്ട് വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ആദ്യം വീട്ടുജോലിക്കാരിയുമായാണ് ഈ എത്തിയ ആൾ, അക്രമി, തർക്കിച്ചത്. പിന്നീടാണ് സെയ്ഫ് അലി ഖാനുമായി തർക്കിച്ചതും അദ്ദേഹം കത്തി ഉപയോഗിച്ച് സെയ്ഫ് അലി ഖാനെ പലവട്ടം കുത്തുകയും ചെയ്തത്. അതിനുശേഷം ഇവിടെ നിന്ന് ഓടിപ്പോയി എന്നതാണ്. അതായത് ഈ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ, ഈ ബാന്ദ്ര എന്നത് ഇദ്ദേഹം താമസിക്കുന്ന ഈ ഒരു ഏരിയ, അതൊരു പോഷ് ഏരിയയാണ്. പ്രധാനപ്പെട്ട പല സിനിമാ താരങ്ങളും വലിയ വ്യവസായികളും ഒക്കെ താമസിക്കുന്ന ഒരു ഇടമാണ്. ഇവിടെ വലിയ സുരക്ഷ, CCTV ക്യാമറകൾ എല്ലാം. അതുകൊണ്ട് അങ്ങനെ ഒരു മേഖല ആയതുകൊണ്ട് അന്വേഷണം കുറച്ചുകൂടി വേഗത്തിൽ നടത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പോലീസിനുണ്ട്. രാവിലെ തന്നെ ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അന്വേഷിക്കുന്നുമുണ്ട്. അങ്ങനെ കിട്ടിയ ലീഡിൽ നിന്നാവും ഒരുപക്ഷെ 3 പേരെ ഇതിനോടകം പിടികൂടാൻ കഴിഞ്ഞത്. ഇതിൽ ഈ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത അക്രമിയുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടതുള്ളത്. ഇപ്പോൾ ഈ 3 പേരെയും ബാന്ദ്രയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ അവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. SKN. താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ബാന്ദ്രയിലെ സെയ്ഫ് അലി ഖാൻ്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ മുംബൈയിലെ താരം
സെയ്ഫ് അലി ഖാൻ ഇന്ന് വെളുപ്പിന് കുത്തേറ്റു. മോഷണ ശ്രമത്തിനിടയിലാണ് അദ്ദേഹത്തിന് കുത്തേറ്റത്. ഈ സംഭവത്തിൽ 3 പേർ പിടിയിലായി എന്നുള്ള വാർത്ത വരുന്നുണ്ട് മുംബൈയിൽ നിന്ന്. ഈ ബാന്ദ്രയിലെ വീട്ടിൽ മോഷണ ശ്രമം നടക്കുന്നതിനിടെ അത് തടയാൻ താരം ശ്രമിച്ചു, അതോടെ കുത്തേറ്റു. അദ്ദേഹത്തിന് കഴുത്തിനും കൈക്കും പരിക്കേറ്റു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയെന്ന വാർത്തയുണ്ട്. ഈ 6 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തുണ്ട്. അതിൽ 2 ആഴത്തിലുള്ള മുറിവുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുംബൈയിലെ സിനിമാ ലോകം ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ.